ഞാൻ വിയന്നയിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നത് കാളംബർഗിലെ വ്യൂ പോയിന്റിനെ കുറിച്ച്. അപ്പോൾ പിന്നെ പോയില്ലേ മോശമല്ലേ? എന്നാൽ പിന്നെ പോയേക്കല്ലേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബുർഗാസിൽ നിന്ന് കാളംബർഗിലോട്ട്. 3 വണ്ടി മാറിക്കയറി വേണം പോവാൻ. ട്രെയിനും ട്രാമും ബസ്സും പിന്നെ കുറച്ച് നടക്കാനുമുണ്ട്. ട്രെയിനിലും ട്രാമിലും ഒക്കെ യാത്ര ചെയ്യുന്നതേ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ലാസ്റ്റ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ചുരുക്കം പറഞ്ഞാൽ 1 മണിക്കൂറും 3 മിനിറ്റും ഉണ്ട് നമ്മുടെ യാത്ര. കാളംബർഗ് വിയന്നയുടെ വുഡ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ വിയന്ന നേരെ ഫുള്ള് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാനൂബ് നദിയും കാണാം. പിന്നെ മലയുടെ മുകളിലൊരു ചർച്ചുണ്ട്, സെൻറ്റ് ജോസഫ് ചർച്ച്. പള്ളിയും കാണാം. നേച്ചറും ട്രക്കിങ്ങും ട്രാവലും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെ കേട്ടോ ഇത്. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കാളംബർഗാണ്. അപ്പോൾ നമ്മളിതേ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് അവിടുത്തെ പാർക്കിംഗ്. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. ദേ നേരെ സൈഡിൽ കാണുന്ന ഇതില്ലേ, ഇതൊരു കടയാണ്. ഇതിനകത്ത് പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ ദേ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിങ് കാണാൻ പറ്റും. അറിഞ്ഞിടത്തോളം ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച്, സെൻറ്റ് ജോസഫ് ചർച്ച്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു നോക്കാം. അങ്ങനെ ദേ നോക്കി നടന്നു വന്നപ്പോഴാണ് ഈ കിണർ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതിൽ ഫുള്ള് ലോക്കാട്ടോ. ഇത് ലവും പിന്നെ കമ്മിറ്റ്മെൻറ്റും പ്രേയേഴ്സും വിഷസും ഒക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. വിയന്നയിലെ മിക്ക സ്ഥലത്തും നമുക്ക് ഇങ്ങനത്തെ ലോക്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വ്യൂവും ബാക്കി വിശേഷങ്ങളും നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ ബൈ.